ഇതെന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഇത് റാസൽ ഖൈമിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്ന റോഡിലുള്ള കുറച്ച് കാഴ്ചകൾ കാണിക്കുന്ന ഒരു വീഡിയോ. എല്ലാവർക്കും മോംസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ താമസിക്കുന്നത് റാസൽ ഖൈമയിലാണ്. റാസൽ ഖൈമ എന്ന് പറയുന്നത് UAE-യുടെ 7 എമിറേറ്റ്സിൽ ഒരു എമിറേറ്റ്സ് ആയിട്ടോ റാസൽ ഖൈമ. നമ്മൾ സംസ്ഥാനങ്ങൾ പറയത്തില്ലേ, അതന്നെയാണ് ഈ എമിറേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു എമിറേറ്റ്സ് ആണ് റാസൽ ഖൈമ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ റാസൽ ഖൈമ, ഉമ്മൽ ഖൈൻ കഴിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ഷാർജയിലേക്ക് പോകുന്നത്. ഏകദേശം ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട് ഷാർജയിലേക്ക്. അപ്പോൾ ഞങ്ങൾ ആ വഴി പോകുന്ന കേട്ടോ. ഇത് നമ്മുടെ റാസൽ ഖൈമയുടെ ഭാഗങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒമാനിലേക്ക് പോകാൻ അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ഒമാനിലേക്കൊക്കെ പെട്ടെന്ന് പോകാവുന്നതാണ്. ഇതുപോലെ കേട്ടോ ഇവിടുത്തെ ഷോപ്പുകളും, ഇതൊക്കെ ഷോപ്പുകളാട്ടോ ഈ കാണുന്നതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഫ്ലാറ്റുകളിൽ നമ്മൾ ആളുകൾ താമസിക്കുന്നത് തന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ട് കേട്ടോ ഇവിടെ സിറ്റികളിൽ വീടുകൾ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ റോഡ് സൈഡിൽ മൊത്തം ഇങ്ങനെ സൈഡിലായിട്ട് ഈന്തപ്പനകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഈന്തപ്പന തോട്ടങ്ങളാട്ടോ. ഇപ്പോൾ ഈന്തപ്പനയൊക്കെ കായ്ക്കുന്ന സമയമാട്ടോ. ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയൊക്കെ ഒട്ടകം ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴി 2 സൈഡും ഇതേപോലെ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ റാസൽ ഖൈമ വിട്ടു പോയിട്ടില്ല കേട്ടോ. റാസൽ ഖൈമ തന്നെയാണ്. 2 സൈഡിൽ ഇതേപോലെ തന്നെയാട്ടോ മണൽ കൂമ്പാരം. ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒട്ടകത്തിനെ കാണാൻ പറ്റുമെന്ന്. കണ്ടോ, ഒട്ടകം അവിടെ നിന്ന് പുല്ല് തിന്നുന്നത്. ഇതേപോലെ കണ്ടോ ഇവിടെ വില്ലകൾ വരുന്നുണ്ട്. വില്ല പ്രൊജക്ട് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ വില്ലകള് നമുക്കൊക്കെ വാങ്ങാനൊക്കെ പറ്റും. പണ്ടൊന്നും നമ്മളെ പോലെയുള്ളവർക്കൊന്നും ഇവിടെ വന്ന് വില്ല ഒന്നും വാങ്ങാനായിട്ട് പറ്റത്തില്ല. കുറച്ച് വർഷത്തേക്ക് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്കൊക്കെ സ്വന്തമായിട്ട് വാങ്ങിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതേപോലെ തന്നെയാണ് പോകുന്ന വഴിയൊക്കെ മരുഭൂമി തന്നെയായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പോകാം. ഇനി നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു വാട്ടർ ടാങ്ക് കാണാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ റാസൽ ഖൈമയിലേക്ക് മൊത്തത്തില് വാട്ടർ സപ്ലൈ ചെയ്യുന്നതാണ് ഈ വാട്ടർ ടാങ്ക്. ഇത് 9 എണ്ണം ഉണ്ട്. നമ്മുടെയൊക്കെ ഒരു വലിയ സ്റ്റേഡിയത്തിന്റെ അത്രയും വലുപ്പം വരുന്നതായിട്ട് ഓരോന്നും. ഭയങ്കര വലിയ പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. ഹസ്ബൻഡിന്റെ കമ്പനിയിൽ ചെയ്ത പ്രൊജക്റ്റാണ്. അവരൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഈ പണിയുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ നേരിട്ട് പോയി കണ്ടിരുന്നു. വലിയ വാട്ടർ ടാങ്കാണ്, ഭയങ്കര ഹൈറ്റും ഉണ്ട്. നമ്മൾ ഒത്തിരി ദൂരത്ത് നിന്നാണ് ഇതെടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ടാവായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പഴയ വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആ ടാങ്കിന് എന്തോ തകരാറ് വന്നുകൊണ്ടാണ് പുതിയതിപ്പോൾ അവർ പണിതിരിക്കുന്നത്. ഇതെല്ലാം പണിതിരിക്കുന്നത് മരുഭൂമിയിൽ തന്നെയാട്ടോ. 2 സൈഡും ഇതേപോലെ തന്നെ മണലാണ്. എന്ന് വെച്ചാൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ എന്താ പറയാ, ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ഒരു മണല്, മൈദമാവ് പോലെയൊക്കെയുള്ള ഒരു ഇത്, അങ്ങനത്തെ ഒരു ഇതിലാണ്ട് ഇവിടുത്തെ മണലൊക്കെ ഇരിക്കുന്നത്. നൈറ്റുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ഭംഗിയായിട്ട് നല്ലൊരു രസമാണ്. കാണാനൊക്കെ നല്ലൊരു ഇതാണ്. ചുറ്റും ലൈറ്റും അതൊക്കെ നല്ലൊരു രസമാണ്. ഇവിടെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ UAE-യിൽ കൂടുതലായിട്ട് ആകർഷിച്ചിരിക്കുന്നത് ഇവിടുത്തെ റോഡുകൾ തന്നെയാട്ടോ. റോഡുകൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. കാരണം കൂടുതലും ഓവർ ബ്രിഡ്ജും അങ്ങനെയൊക്കെ ആട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ മുമ്പോട്ട് പോകുന്തോറും നമ്മുടെ റോഡിന്റെ ട്രാക്കിന്റെ എണ്ണമൊക്കെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ റാസൽ ഖൈമയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അധികം റോഡിന് വണ്ടികളൊന്നും നമ്മളിങ്ങനെ കാണാത്തത്. അങ്ങോട്ട് മുമ്പോട്ട് പോകുന്തോറും നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡില് വണ്ടികളുടെ എണ്ണയൊക്കെ കൂടി വരും. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പോകുന്തോറും നമുക്ക് കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വാഷ്റൂമുകൾ ഉണ്ട് കേട്ടോ. ഈ വാഷ്റൂമുകളൊക്കെ നല്ല നീറ്റോട് കൂടിയായിരിക്കും ഇവിടുത്തെ ബാത്റൂമൊക്കെ ഉണ്ടാവാത്തത്. കരുതി പറഞ്ഞല്ലോ കേട്ടോ. നാട്ടിലായിരിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ടുള്ള ഓരോ ടോയ്ലറ്റും ചില സ്ഥലങ്ങളിലൊന്നും നമ്മൾ പോയി യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കയറുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് ഞാനത് എടുത്തു പറയുന്നത്. കാരണം പല പ്രാവശ്യവും നമുക്കത് അനുഭവത്തിൽ വന്നതുകൊണ്ട് അത് ഈ ഒരു സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞു എന്നുള്ളൂ. പിന്നെ നാട്ടിലാവുമ്പോൾ നാട്ടില് ഭംഗി വേറൊന്ന്, ഇവിടുത്തെ ഭംഗി വേറൊന്ന്. ഒന്നിനോടൊന്നും നമുക്ക് താരതമ്യപ്പെടുത്തി പറയാൻ പറ്റത്തില്ല കേട്ടോ. രണ്ടിനും അതിൻ്റെതായ ഭംഗികളുണ്ട് നമ്മുടെ റോഡൊക്കെ കാണാനൊക്കെ കേട്ടോ.
പിന്നെ എന്താ പറയാ, ഇത് കണ്ടോ, ഇതേപോലെ തന്നെയാണ് മുമ്പോട്ട് പോകുമ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതേപോലെ തന്നെയാണ് മുമ്പോട്ട് പോകുമ്പോഴും റാസൽ ഖൈമ ഷാർജയിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ മണലുകൾ തന്നെയായിട്ട് നമ്മൾ കാണുന്നത്, മരുഭൂമി തന്നെയാണ് കാണുന്നത്. കുറച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞ് ഷാർജയൊക്കെ എത്താറാവുമ്പോഴാട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഷാർജയിൽ നിന്ന് പോകുന്ന വഴികളൊക്കെ അല്ലേ, ആ രണ്ട് സൈഡും എന്ന് വെച്ചാൽ വലിയ വലിയ ഫ്ലാറ്റുകളും ഇതൊക്കെയായിട്ട് കാണുന്നത്. ബാക്കി ഇങ്ങനെ പോകുമ്പോൾ ഒക്കെ കാണുന്ന മരുഭൂമി തന്നെയാണ്. കണ്ടോ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിട്ട് പെട്രോൾ പമ്പുകളുണ്ട്. അവിടെ തന്നെയായിട്ട് ഈ വാഷ്റൂമുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ അടുത്തടുത്ത് തന്നെയായിട്ട് എപ്പോഴും പള്ളികളുണ്ട് കേട്ടോ. ഇവിടുത്തെ പള്ളികളുണ്ട്. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞല്ലേ രാത്രിയിലത്തെ കാഴ്ച നല്ല രസമാട്ടോ. അതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം രാത്രിയിലത്തെ കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം. ഇതിങ്ങനെ വെച്ചിരിക്കുന്ന വേലി കണ്ടോ, ഒരു കമ്പി വേലി പോലെ കണ്ടില്ലായിരുന്നോ? അത് ഒട്ടകങ്ങളൊന്നും റോട്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒട്ടകങ്ങൾ എന്നാലും ചിലതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരാറുണ്ട്. അത് ഈ അടുപ്പിച്ച് കാണുന്നില്ലേ, ശരിക്കും പറഞ്ഞാൽ വണ്ടി നല്ല സ്പീഡിൽ തന്നെയായിട്ട് പോകുന്നത്. ആ സമയത്താണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോ കൂടി എടുത്ത് കാണിച്ചിരുന്നത്. അതുകൊണ്ട് എത്ര ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും എനിക്ക് അത് പറയാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ കണ്ടോ, ഈ മരങ്ങള് നല്ല രസമാട്ടോ. പിന്നെ ഈ മണലിക്കട പോകുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു കാഴ്ച തന്നെ. അപ്പൊ നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ അടുത്ത് എമിറേറ്റ്സിൽ കടന്നു കേട്ടോ. ഇത് ഉമ്മൽക്കോയിനാണ്. ഉമ്മൽക്കോയിനിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് എക്സിറ്റ് ആകുന്ന റോഡാണോ കണ്ടത്. ഇവിടെ ഫുള്ള് ഇങ്ങോട്ട് മുമ്പോട്ട് പോകുന്തോറും ഓവർ ബ്രിഡ്ജുകളാട്ടോ കൂടുതലും. ഇവിടെ ഓവർ ബ്രിഡ്ജുകൾ ഒത്തിരി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നല്ല, നമ്മളിപ്പോൾ ഒരു എമിറേറ്റ്സിൽ നിന്ന് അടുത്ത എമിറേറ്റ്സിലേക്ക് പോകുന്നതിന് ഇവിടെ നമ്മൾ പാസ് ഒന്നും എടുക്കണ്ട കേട്ടോ. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളിപ്പം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് പാസ് വേണ്ടേ. ഇവിടെ കൊറോണ ടൈമിൽ മാത്രമായിരുന്നു കേട്ടോ പാസ് വേണ്ടിയിരുന്നത്. ഇപ്പൊ ഷാർജയിലേക്ക് കടന്നു കേട്ടോ. ഷാർജയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ രണ്ട് സൈഡിൽ ഈന്തപ്പനയൊക്കെ വെച്ച് പിടിപ്പിച്ചിരുന്നത്. ഷാർജയുടെ ഒരു പ്രത്യേകതയാണ് കൂടുതൽ പൂക്കളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു എമിറേറ്റ്സ് ആയിട്ട് ഷാർജ. പിന്നെ ഷാർജ നല്ല തിരക്കുള്ളൊരു ഇത് തന്നെയാട്ടോ. റോഡും ഇതൊക്കെ ആയാലും നല്ല തിരക്കാണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നും ഞങ്ങൾ ബ്ലോക്ക് 1.5 മണിക്കൂർ, ചിലപ്പോ അതിൽ കൂടുതൽ, ചിലപ്പോ ഒട്ടും ഉണ്ടാവില്ല. അതൊക്കെ ഓരോരുത്തരുടെ ലക്ക് പോലെ ഇരിക്കും കേട്ടോ. ഞങ്ങളെപ്പോഴും ബ്ലോക്കിൽ പെടാറുണ്ട്. പിന്നെ കണ്ട ഈ ഞാൻ പറഞ്ഞില്ലേ രണ്ട് സൈഡിലും ഇങ്ങനെ ഈന്തപ്പനയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്ന്. അതിന്റെ താഴെയൊക്കെ നമുക്ക് വന്നിരിക്കാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഈന്തപ്പനയൊക്കെ കായ്ച്ചു നിൽക്കൂലേ, ആ സമയത്ത് നമുക്ക് പറിച്ച് തിന്നണതിനൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് പറിച്ച് തിന്നാം. പക്ഷെ നമ്മൾ കവറിലൊന്നും ആക്കി കൊണ്ടുപോകാതിരുന്നാൽ മതി കേട്ടോ. ഇതേപോലെ തന്നെയായിട്ട് ഇവിടെ എല്ലാ സ്ഥലത്തും ഈന്തപ്പന വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെടികളൊക്കെ നന്നായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ കുറച്ച് നാളോടെ കഴിയുമ്പോഴേക്കും, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും തന്നെ പൂക്കളൊക്കെ തീരും. കാരണം അത്രയ്ക്കും ചൂടായി തുടങ്ങി, നല്ല ചൂടായിട്ട് ഇവിടെ. അപ്പോൾ നമ്മൾ പോകുന്ന റോഡിന്റെ രണ്ട് സൈഡിലും നടുക്കൊക്കെ ആയിട്ട് നന്നായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ട നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, പലതരത്തില് പല കളറില്. നല്ല ഭംഗിയാട്ടോ, കാണാൻ നല്ല ഭംഗിയായി. ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 12:30 ആ ടൈമിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഇപ്പൊ 1:15 ആ ടൈമൊക്കെ ആവാറായിട്ടോ. അതുകൊണ്ട് നല്ല വെയിലായതുകൊണ്ട് ഈ റോഡൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ തിളച്ചു മറിയുന്ന ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. വണ്ടി നല്ല സ്പീഡിൽ പോണതുകൊണ്ടായിട്ട് നിങ്ങളെ എനിക്ക് അടുപ്പിച്ച് കാണിച്ചു തരാൻ പറ്റാത്തത്. ഇത് മാത്രമല്ല, രണ്ട് സൈഡും ഒരേപോലെ തന്നെയാട്ടോ. രണ്ട് സൈഡും ഒരേപോലെ തന്നെയാണ് അവരാക്കിയെടുത്തിരുന്നത്. പിന്നെ നന്നായിട്ട് എല്ലായിടും നല്ല ക്ലീൻ ആയിട്ടും കൂടിയായിട്ട് ഇരിക്കുന്നത്. ചപ്പുചവറോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ.
ഓരോ ഇമറേറ്റ്സിലൂടെ കടന്നു പോകുമ്പോഴായിട്ട് അതിന്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ ഷാർജയിലേക്ക്, ഇപ്പൊ ഷാർജയിലെ ആ റോഡിന്റെ സൈഡിലായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ റോഡ് മാത്രമല്ല, ഇവിടെ ഷോപ്പുകളും ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോ ബിൽഡിങ്ങുകൾ പണിതിക്കണത് കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടോ. നമുക്ക് ഇതേപോലെ ഒരു ദിവസം പോകാം, ബുർജ് ഖലീഫയൊക്കെ കാണാനായിട്ട് ഇതേപോലെ പോകാം കേട്ടോ. അപ്പൊ ഇനി വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റും. വെക്കേഷൻ അല്ലാത്ത സമയത്ത് നമ്മൾ അധികം ലോങ് ട്രിപ്പ് ഒന്നും പോകാറില്ല. പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അധികം ദൂരമൊന്നും പോകത്തില്ല കേട്ടോ. ഇത് ഒരു അത്യാവശ്യ കാര്യം വന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഷാർജയിലേക്ക് തന്നെ വന്നത്. അപ്പോൾ ഇതാട്ടോ ഇവിടുത്തെ ഈ വഴികളൊക്കെ ഇതാ കാണുന്നില്ലേ, അതാണ് ഷാർജ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്. നമ്മൾ തന്നെയല്ലേ നമ്മുടെ ഭംഗി, നമുക്ക് ചുറ്റുമുള്ള ഭംഗികൾ നമ്മൾ തന്നെയല്ലേ ആസ്വദിക്കേണ്ടത്. റോഡുകളും അതേപോലെ തന്നെ മരങ്ങളും പൂക്കളും എല്ലാം നല്ല ഭംഗിയാട്ടോ. ഈന്തപ്പനകളൊക്കെ നല്ല ഭംഗിയാട്ടോ. ഇതാ കാണുന്നില്ലേ, അത് ഇവിടുത്തെ ഇതേപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളാട്ടോ. ഇത് എന്താ സ്ഥാപനം എന്ന് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ അറിയില്ല, കാരണം ഇത്ര ദൂരത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്കത് വായിച്ചു നോക്കി പറഞ്ഞുതരാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ നല്ല കാറ്റും പൊടിക്കാറ്റും കൂടി വീശുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷാർജ എയർപോർട്ട് റോഡിൽ കൂടിയാട്ടോ. ഇപ്പൊ ഈ രണ്ട് സൈഡും ഒരേപോലെ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വഴി തെറ്റി തന്നെ നമുക്ക് എക്സിറ്റ് അടിച്ച് നമുക്ക് അടുത്ത വഴിയിൽ കൂടി തന്നെ കറക്റ്റ് ആ സ്ഥലത്തേക്ക് തന്നെ പോകാൻ കഴിയും കേട്ടോ. അതാണ് ഒരു മെയിൻ പ്രത്യേകത. പിന്നെ എനിക്ക് നാടിനെ അപേക്ഷിച്ച് ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടത്. എല്ലാവരും നന്നായിട്ട് തന്നെ സേഫായിട്ട് നല്ല സേഫ്റ്റി തന്നെയായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്നതും എല്ലാം ചെയ്യുന്നതൊക്കെ. പിന്നെ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, അത്രയ്ക്കും ഇവിടുത്തെ ഗവൺമെന്റ് ആയാലും ശ്രദ്ധിക്കുന്നുണ്ട് മറ്റുള്ളവർ വണ്ടി ഓടിക്കുമ്പോൾ. റോഡിന്റെ ട്രാക്കുകളുടെ എണ്ണൊക്കെ കൂടിയിട്ടോ. ഇപ്പോൾ 5 ട്രാക്കായി, ഏകദേശം 5 ട്രാക്കായി. ഇപ്പൊ റോഡൊക്കെ നല്ല തിരക്കായി തുടങ്ങിയിട്ട്, നമ്മൾ അവിടെ നിന്ന് വന്ന പോലെ അല്ലല്ലോ ഇപ്പൊ. റോഡിനായാലും തിരക്കായി. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തു നിന്നൊക്കെ ജോയിൻ ചെയ്ത് വണ്ടികളൊക്കെ പല സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഇതിലായിട്ട് നമ്മൾ സിറ്റിയിലേക്കാണ് കടന്നിരിക്കുന്നത്. മെയിൻ സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും ഇനിയുള്ള റോഡിലെ കാഴ്ചകളൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഇത് പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.
നമ്മളിവിടെ എവിടെ പാർക്ക് ചെയ്താലും പാർക്കിംഗ് ഫീ കൊടുക്കണം. ഇവിടെ താമസിക്കുന്നവരായിക്കായാലും നമ്മൾ രാത്രി വണ്ടി ഇടുന്നതിന് പാർക്കിംഗ് ഫീ കൊടുത്താൽ മാത്രമേ നമുക്ക് വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. റാസൽ ഖൈമയിൽ നിന്ന് ഷാർജയിലേക്ക് വരുന്ന എല്ലാ ഭാഗങ്ങളും ഏകദേശം എന്നെയും കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ കവർ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. സൈഡിലുള്ള ബെല്ലൈക്കനും കൂടി അമർത്താണെങ്കിൽ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത്ര സമയമായിട്ടും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.